ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോഡിംഗ് ആശാൻ്റെ പുതിയൊരു വീഡിയോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ സെവൻത്ത് വീക്കിനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോസ് എല്ലാവരും കണ്ടു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സെവൻത്ത് വീക്കിനെ കുറിച്ച് നമ്മൾ പ്രൊജക്റ്റിനെ കുറിച്ചും പ്രൊജക്റ്റ് പ്ലാനിങ്ങിനെ കുറിച്ചും എങ്ങനെയൊക്കെ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ സെവൻത്ത് വീക്കിൽ പറഞ്ഞിരുന്നു. അപ്പോൾ സെവൻത്ത് വീക്കിനെ കുറിച്ചുള്ള വീഡിയോസ് ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഐ ബാറ്റിൽ കാർഡ് രൂപത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ആ വീഡിയോ എല്ലാവരും പോയിട്ട് കാണുക. സെവൻത്ത് വീക്കിനെ കുറിച്ചുള്ള വീഡിയോസ് എല്ലാവരും പോയിട്ട് കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എയ്ത്ത് വീക്കിനെ കുറിച്ചാണ്. എയ്ത്ത് വീക്കിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ കോഡ് എയ്ത്താണ് നമ്മൾ ഈ ഒരു വീക്കിൽ മുതൽ തുടത്താൻ പോകുന്നത്. അതായത് ഈ ഒരു വീക്ക് മുതൽ 8, 9, 10, 11, 12 ഈ ഒരു വീക്ക് 12ാമത്തെ വീക്ക് വരെ നമ്മൾ ഫുള്ളായിട്ട് പ്രൊജക്റ്റിലായിരിക്കും. അപ്പോൾ ഓരോ വീക്കിലും ഓരോ ടാസ്കുകൾ ഒരു അയച്ചതായിരിക്കും. അങ്ങനെ ആ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ റിവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സാവുന്നതാണ്. അപ്പോൾ ആ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം. അപ്പോൾ അത്രയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എയ്ത്ത് വീക്കിലുള്ളത്. നമ്മൾ എയ്ത്ത് വീക്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് വിവരിച്ച് പോവാം. അപ്പോൾ എയ്ത്ത് വീക്കിൽ നമുക്ക് അഡ്മിൻ സൈഡും യൂസർ സൈഡും ഉണ്ട്. മെയിനായിട്ട് അഡ്മിൻ സൈഡിലാണ് ഈ ഒരു എയ്ത്ത് വീക്കിൽ കൂടുതൽ കാര്യങ്ങളുള്ളത്. അപ്പോൾ എയ്ത്ത് വീക്കിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് സെഷൻ ഹാൻഡ്ലിങ്, അതുപോലെ യൂസർ സൈനപ്പ്, യൂസർ ലോഗിന്, അതുപോലെ അഡ്മിൻ ലോഗിന്, അതുപോലെ യൂസർ സൈനപ്പ് ചെയ്യുമ്പോൾ OTP വെരിഫിക്കേഷന്, അതുപോലെ പാസ്വേഡ് റീസെറ്റ്, ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. യൂസർ സൈഡിലും അഡ്മിൻ സൈഡിലും ലോഗിന്, സെഷൻ പ്രോപ്പറായിട്ടുള്ള സെഷൻ ഹാൻഡ്ലിങ്, OTP വെരിഫിക്കേഷന്. പിന്നെ യൂസർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ഒരു ഗൂഗിൾ വിധത്തിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഗൂഗിൾ, അങ്ങനത്തെ ഗൂഗിൾ ലോഗിനോ, ഗൂഗിൾ സൈനപ്പോ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലോഗിനോ, ഫേസ്ബുക്ക് സൈനപ്പോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ചെയ്തത് ഗൂഗിൾ സൈനപ്പും ഗൂഗിൾ ലോഗിനും ആണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വയ്യാതെ പറയുന്നതാണ്. അപ്പോൾ പിന്നെ അടുത്തായിട്ട് അധികം അഡ്മിൻ സൈഡിലാണുള്ളത്. അപ്പോൾ അഡ്മിൻ സൈഡിലത്തെ കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞു പോകാം. അപ്പോൾ അഡ്മിൻ സൈഡിൽ അഡ്മിൻ്റെ ലോഗിനൊക്കെ കഴിഞ്ഞതിന് ശേഷം അഡ്മിനൊരു ഡാഷ്ബോർഡ് വേണം. അപ്പോൾ ഡാഷ്ബോർഡിൽ കാര്യങ്ങളൊന്നും കാണിക്കണം, അതൊന്നും ഈ ഒരു വീക്കിൽ ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂസേഴ്സിന്, അതായത് നമ്മളെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന എല്ലാ യൂസേഴ്സിനെയും ലിസ്റ്റ് ചെയ്യുക. അത് നമ്മൾ ഫിഗ്മെൻ്റെ വീക്ക് തന്നെ, അതായത് സെവൻത്ത് വീക്ക് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീക്കിൽ നമ്മൾ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, കോഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. അപ്പോൾ അഡ്മിൻ സൈഡിൽ യൂസേഴ്സിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ലിസ്റ്റ് ചെയ്യിപ്പിക്കണം. ഈ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കണം. അതായത് ഈ കസ്റ്റമേഴ്സിൻ്റെ ലോഗിൻ ചെയ്തപ്പോഴുള്ള ഇമെയിൽ, നമ്മളിപ്പോൾ അതുപോലെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസിൻ്റെ അവിടെ കാണാൻ സാധിക്കണം. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ ബ്ലോക്ക് ചെയ്യാനും സാധിക്കണം. പിന്നെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കസ്റ്റമർ ആൾറെഡി ലോഗ്ഡിൻ ആണെങ്കിൽ നമ്മളിവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അഡ്മിൻ സൈഡിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂസർ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗ് ഔട്ട് ആവണം, അല്ലെങ്കിൽ ഈ യൂസറിൻ്റെ സെഷന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ കോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റീലോഡ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂസർ ലോഗ് ഔട്ട് ആവും. പിന്നെ യൂസർക്ക്, ഈ ബ്ലോക്ക് ചെയ്ത യൂസർക്ക് പിന്നെ അഡ്മിൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂസർക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. അഡ്മിൻ അൺബ്ലോക്ക് ആക്കുന്നത് വരെ ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതിനൊക്കെ നിങ്ങളൊരു കൺഫർമേഷൻ്റെ ഒരു സ്വീറ്റ് അലർട്ട് നിങ്ങൾ വെച്ച് കൊടുക്കണം. അപ്പോൾ സ്വീറ്റ് അലർട്ടിനെ കുറിച്ചുള്ളതൊക്കെ നമ്മൾ ഇവിടെ എവിടെയൊക്കെ പാസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ പ്രൊജക്റ്റിന് മൊത്തം ഇംപ്ലിമെൻറ്റേഷൻ ഒരു വീഡിയോ രൂപത്തിലാക്കിയിട്ട് ഈ വീഡിയോനെ അലോങ് സൈഡ് തന്നെ പാസ് ചെയ്യും. ഇവിടെ പാസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ വീഡിയോയുടെ അവസാനത്തിൽ പാസ് ചെയ്യാവുന്നതാണ് ഞാൻ എങ്ങനെയൊക്കെ ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളത്. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ കാറ്റഗറീസ്, അഡ്മിൻ സൈഡിൽ കാറ്റഗറീസ്, പുതിയ കാറ്റഗറീസ് ആഡ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇതിന് പുതിയ കാറ്റഗറീസ് ആഡ് ചെയ്യുമ്പോൾ പ്രോപ്പർ വാലിഡേഷൻ വേണം. അതായത് ഒരു ഫോം സബ്മിറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ ആ ഫോമിന് പ്രോപ്പറായിട്ടുള്ള വാലിഡേഷൻ വേണം. അതായത് നമ്മൾ ആൾറെഡി സബ്മിറ്റ് ചെയ്ത പേര്, നെയിം, അതായത് കാറ്റഗറി നെയിം വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആ വാലിഡേഷൻ നിങ്ങൾ വെച്ച് കൊടുക്കണം. പിന്നെ എംപ്റ്റി നെയിം സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ വാലിഡേഷൻ നിങ്ങൾ വെച്ച് കൊടുക്കണം കാറ്റഗറീസ്. പിന്നെ കാറ്റഗറീസിൻ്റെ കാറ്റഗറീസ് അവിടെ ലിസ്റ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ കാറ്റഗറീസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാറ്റഗറീസ് എഡിറ്റ് ചെയ്യാൻ കഴിയണം. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാറ്റഗറീസ് എഡിറ്റ് ചെയ്യാൻ കഴിയണം. അതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാറ്റഗറീസ് അൺലിസ്റ്റ് ചെയ്യാനും ലിസ്റ്റ് ചെയ്യാനും സാധിക്കണം. ലിസ്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് അൺലിസ്റ്റ് ചെയ്തു. അൺലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ സൈഡിൽ പോയാൽ ആ കാറ്റഗറീസിലുള്ള പ്രൊഡക്ട്സും കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ അൺലിസ്റ്റ് ചെയ്യണം. അതുപോലെ ഈ ഒരു അഡ്മിൻസിന് തന്നെ ഈ കാറ്റഗറീസ് ലിസ്റ്റ് ചെയ്യാനും സാധിക്കണം. അൺലിസ്റ്റ് ചെയ്ത കാറ്റഗറീസിനെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള കാറ്റഗറീസിൻ്റെ വ്യൂ, കാറ്റഗറി എഡിറ്റ്, അതുപോലെ കാറ്റഗറി സോഫ്റ്റ് ഡിലീറ്റ് അല്ലെങ്കിൽ അൺലിസ്റ്റ് ലിസ്റ്റ്. ഡിലീറ്റിൻ്റെ ആവശ്യം അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഡയറക്റ്റ് അൺലിസ്റ്റോ ലിസ്റ്റോ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കാറ്റഗറീസും പറഞ്ഞു. അടുത്തായിട്ട് പ്രൊഡക്റ്റ്, നിങ്ങൾ ഓരോ പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ സാധിക്കണം. അഡ്മിൻസ് പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ പ്രൊഡക്ട്സിൽ നമ്മൾ ഡാറ്റാബേസിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഫീൽഡുകളും, അതായത് നമ്മൾ ഫിഗ്മ വീക്കിൽ സെവൻത്ത് വീക്കിൽ ഡിസൈൻ ചെയ്ത എല്ലാ ഫീൽഡുകളും ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഫീൽഡുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. കാറ്റഗറീസൊക്കെ നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇമേജ് ആഡ് ചെയ്യുമ്പോൾ, പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഒരു ഇമേജസ് എന്തായാലും ആഡ് ചെയ്യണം. മിനിമം 4 ഇമേജോ 3 ഇമേജൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇമേജസ് എന്തായാലും ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഇമേജസ് ആഡ് ചെയ്യുമ്പോൾ ഇമേജസ് പ്രോപ്പറായിട്ട് ക്രോപ്പ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രോപ്പ്, അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് പല നോഡിലുള്ള മൊഡ്യൂൾസ് യൂസ് ചെയ്യാം. ക്രോപ്പർ ജേസ് എന്ന് പറയുന്ന മൊഡ്യൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. ക്രോപ്പ് ചെയ്തിട്ട് വേണം ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആഡ് ചെയ്ത ഇമേജസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത പ്രൊഡക്ട്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് പേജും വേണം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് തന്നെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ സൈഡിൽ പോയാൽ
ഈ പ്രൊഡക്റ്റ് കാണാൻ പാടില്ല. പിന്നെ പ്രൊഡക്റ്റിൻ്റെ മറ്റ് ഡീറ്റെയിൽസും പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യാനും കഴിയണം. ഈ എഡിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ആഡ് ചെയ്തപ്പോൾ ഉള്ള ഫീച്ചേഴ്സൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴും വേണം. അതായത് ഫോം വാലിഡേഷൻ വേണം. ഇമേജ് ആഡ് ചെയ്യുമ്പോൾ ഇമേജ് ക്രോപ്പ് ചെയ്യാൻ സാധിക്കണം. ഓരോ ഇമേജസ് വേണമെങ്കിൽ ഓരോ ഇമേജ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്മിൻ സൈഡിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അഡ്മിൻ സൈഡിലുള്ളത്. പിന്നെ അഡ്മിൻ്റെ ലോഗൗട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അഡ്മിൻ സൈഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മെയിനായിട്ട് യൂസേഴ്സിനെ ലിസ്റ്റ് ചെയ്യണം, യൂസേഴ്സിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയണം, അൺബ്ലോക്ക് ചെയ്യാൻ കഴിയണം, കാറ്റഗറീസ് ലിസ്റ്റ് ചെയ്യണം, കാറ്റഗറി എഡിറ്റ് ചെയ്യാൻ കഴിയണം, ലിസ്റ്റ് ചെയ്യാൻ കഴിയണം, അൺലിസ്റ്റ് ചെയ്യാൻ കഴിയണം. പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്പ്ലേ ഇരിക്കണം, പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ കഴിയണം, പുതിയ പ്രൊഡക്റ്റിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയണം, അൺബ്ലോക്ക് ചെയ്യാൻ കഴിയണം, പ്രൊഡക്റ്റിനെ എഡിറ്റ് ചെയ്യാൻ കഴിയണം, ഇമേജസ് ക്രോപ്പ് ചെയ്തിട്ട് വേണം പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇമേജസ് ക്രോപ്പ് ചെയ്തിട്ട് വേണം പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അഡ്മിൻ സൈഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. യൂസർ സൈഡിൽ നമ്മൾ വരികയാണെങ്കിൽ യൂസർ സൈഡിൽ മെയിനായിട്ട് ഒരു ഹോം പേജ്, യൂസറുടെ ഹോം പേജ് മെയിനായിട്ട് വേണം. പിന്നെ വാലിഡേഷൻ, ലോഗിൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് അഡ്മിൻ സൈഡിൽ ആഡ് ചെയ്യുന്ന പ്രൊഡക്ട്സ് യൂസർ സൈഡിൽ ലിസ്റ്റ് ചെയ്യണം. അതായത് അഡ്മിൻ സൈഡിൽ ആഡ് ചെയ്യുന്ന പ്രൊഡക്ട്സിന് യൂസർ സൈഡിൽ കാണിക്കണം. അതുപോലെ തന്നെ അഡ്മിൻ സൈഡിൽ ആഡ് ചെയ്യുന്ന കാറ്റഗറീസിനെയും യൂസർ സൈഡിൽ കാണിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ യൂസർ സൈഡിലത്. പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പേജും വേണം. ഇപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പേജിൽ കടന്നാൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കാണണം. അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഇപ്പോൾ ഒരു ഇമേജസ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇമേജസ് സൂം ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതെങ്ങനെ ഒരു എക്സാമ്പിൾ അവിടെ പാസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉള്ളൊരു ഫീച്ചറാണ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇമേജ് സൂം ചെയ്യുക. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ളതിനൊക്കെ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് യൂസർ സൈഡിലുള്ളത്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ട് ഞാൻ ടാസ്ക് ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുക. അപ്പോൾ ടാസ്കിനെ കുറിച്ച് മാത്രം പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അലോങ് സൈഡായിട്ട് നമ്മൾ 8th വീക്ക് ഞാൻ ചെയ്ത വീഡിയോ, ഞാൻ ചെയ്ത പ്രൊജക്റ്റ് ഒന്ന് വീഡിയോ രൂപത്തിലായിട്ട് ഈ വീഡിയോൻ്റെ അലോങ് സൈഡ് പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 8th വീക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 8th വീക്ക് ഞാൻ എങ്ങനെയൊക്കെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല AI ടൂൾസിൻ്റെ സഹായം നേടിയിട്ടുണ്ട്, പല ഡോക്യുമെൻറ്റേഷൻസിൻ്റെ സഹായം നേടിയിട്ടുണ്ട്. മെയിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഫുൾ സ്റ്റാക്ക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്, ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് അങ്ങനെ ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവും തന്നെ ഞാൻ പറഞ്ഞോളട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വീക്ക് 8നെ കുറിച്ച് പറയാനുള്ളത്. കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ കയറണം, ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കണം. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾ മറ്റുള്ളവർ ക്ലിയർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളും മറ്റുള്ളവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കോ എവിടെയെങ്കിലുമൊക്കെ പാസ് ചെയ്യാം. നിങ്ങൾ എന്തായാലും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലേറെ പറയുന്നത് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണ്. കാരണം നമ്മളൊരു കമ്മ്യൂണിറ്റി ഇവിടെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ കമ്മ്യൂണിറ്റി ബിൽഡായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ചിട്ട് ഒരു വലിയ കമ്മ്യൂണിറ്റി ആക്കാനാണ് നമ്മൾ ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ഹെൽപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞു നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.